Hey cuties, welcome back to my YouTube channel. So this is day 2. അപ്പോൾ നമ്മൾ മുംബൈയിൽ വന്ന ദിവസം മുതൽ മഴയായിരുന്നു. ഡേ 2 മഴയാണ്. നാട്ടിൽ നല്ല മഴയായിരുന്നു കേട്ടായിരുന്നു. ബട്ട് മുംബൈയിൽ ഇത്രയും മഴ ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. പക്ഷേ കുട ആരെടുത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ ലുക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഇറ്റ് വാസ് എ സിമ്പിൾ ഡെനിം ഡ്രസ്സായിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ അത് ആക്സറൈസ് ചെയ്ത് ഒരു ഇയറിംഗ് വെച്ചിട്ട് ഒരു ഹാർട്ട് ഇയറിംഗ് ആയിരുന്നു, ലൈക്ക് വിത്ത് എ റെഡ് ലിപ്പ്. എനിക്കെന്തോ ഈ ലുക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ നമ്മൾ നേരെ പോയത് മെറൈൻ ഡ്രൈവിലായിരുന്നു. ദാറ്റ് വാസ് എ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഷോപ്പിങ്ങിന് മുന്നേ. അപ്പം ഇത് നല്ല അടിപൊളി വൈബായിരുന്നു. ഇവിടുത്തെ ഭയങ്കര ഒരു പീസായിരുന്നു സത്യം പറഞ്ഞാൽ. ലൈക്ക് ആ ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണെങ്കിലും ഒരു കൈൻഡ് ഓഫ് പീസ് വന്നായിരുന്നു. ദിസ് ഇസ് മൈ ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ. എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ വീഡിയോസൊക്കെ ആരാണ് എടുക്കാറുണ്ട്, ഇവനാട്ടോ. പിന്നെ നമ്മൾ പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ത്യ ഗേറ്റ് ഉണ്ട്, അത് ഡൽഹിയിൽ. ഇത് മുംബൈത്തെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. പിന്നെ ഇവിടെ കുറേ പൂച്ചകളുണ്ടായിരുന്നു, അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. സോ ഇതാണ് കേട്ടോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ താജ് ഹോട്ടലുണ്ട്. ലൈക്ക് ഇത് പണ്ടത്തെ കേട്ടോ, അറ്റാക്ക് നടന്നതിന് മുന്നേ. അറ്റാക്ക് നടന്നതിന് ശേഷമുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ പകുതി ടൈം അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. എന്നെ ഫോട്ടോ എടുക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചായിരുന്നു. പക്ഷേ അയാൾ ഫുൾ ബിസി ആയിരുന്നു സാധനങ്ങൾ കൊണ്ട്. കാരണം അവൻ്റെ കയ്യിൽ മമ്മയുടെ ബാഗ്, പപ്പയുടെ ബാഗ്. കാരണം മമ്മയും പപ്പയും ഫോട്ടോഷൂട്ടിലായിരുന്നു. അതുകൊണ്ട് നമ്മളായിരുന്നു എല്ലാ ബാഗ്സും ഒക്കെ മാനേജ് ചെയ്യുന്നത്. നമ്മളെല്ലാം മെയിനായിട്ട് അവനായിരുന്നു പിടിച്ചിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്ന് ഒന്ന് ഈസ്തറ്റിക്കും വൈബൊക്കെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് മുംബൈ ഒന്ന് കറങ്ങി കാണാൻ. പിന്നെ ഒരു പൂച്ച. സത്യം പറയട്ടെ, ഒരു പട്ടിക്കുട്ടീനെ ഞാൻ മുംബൈയിൽ വരെ കണ്ടില്ല. ഫുള്ള് പൂച്ചക്കുട്ടികളായിരുന്നു. എനിക്ക് പൂച്ചകളായിട്ട് കുറച്ചുകൂടി ഇഷ്ടം. പിന്നെ ഇത് നമ്മുടെ സ്റ്റാർബക്സ് ആണ്. നല്ല ഈസ്തറ്റിക് സ്റ്റാർബക്സ്. ഞാൻ ഇത്ര ഈസ്തറ്റിക് ആയിട്ടുള്ള സ്റ്റാർബക്സിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടിട്ടേ ഇല്ല. ഇറ്റ് വാസ് സോ ഈസ്തറ്റിക്. പിന്നെ അഫ്കോഴ്സ് അകത്ത് കയറിയില്ല, കാരണം ഞാനൊരു കോഫി ലവറും അല്ല. അതുകൊണ്ട് വെറുതെ അവിടെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി കാശ് പൊട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ അതിനുശേഷം നമ്മൾ നേരെ പോയത് കൊളാബ മാർക്കറ്റിലാണ്. ഇത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള മുംബൈയിലെ മാർക്കറ്റാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ബ്രേസ്ലെറ്റ്സിൻ്റെ ലൈക്ക് ഒരു സ്റ്റോൺസ് വെച്ചിട്ടോ അവരുണ്ടാക്കണത്. ഒറിജിനലാണെന്ന് അവർ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ഉടായ്പ വൈബ്സ് ഉണ്ടായി. പക്ഷേ ഈ ഒരു കട ഗൈസ്, സത്യം പറയട്ടെ, എനിക്ക് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ജീവനാണ്. ജ്വല്ലറി ആൻഡ് ലിപ്സ്റ്റിക് ഞാൻ ഇവിടുന്ന് കുറേ അത്യാവശ്യം നന്നായിട്ട് തന്നെ മേടിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ടോട്ടൽ ഒരു 900 സംതിങ് ഞാനിവിടെ പൊട്ടിച്ചു. പാക്കറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല, പക്ഷേ സാധനങ്ങളുണ്ട്. പിന്നെ അവിടുത്തെ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ കളക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് ക്യാഷ് കൂടുതലാണ്. ലൈക്ക് നമ്മൾ എത്ര പറഞ്ഞാലും അവർ വലുതായിട്ടൊന്നും കുറയ്ക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വിട്ടുകൊടുത്തില്ല, നമ്മൾ മേടിച്ചില്ല. പിന്നെ കുറച്ച് ഷോപ്സിലൊക്കെ ഇങ്ങനത്തെ കുറേ ബാഗ്സ് ഒക്കെ ഉണ്ടായി. എസ്തെറ്റിക് ഒക്കെയാണ്, പക്ഷേ എനിക്കെന്തോ മേടിച്ചില്ല. അതുകൊണ്ട് അതും മേടിച്ചില്ല. പക്ഷേ മെയിനായിട്ട് എൻ്റെ കണ്ടുപോയത് ഫോൺ കവേഴ്സിലായിരുന്നു. ഫോൺ കവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അവിടെ കുറേ ടൈപ്പ് ഉണ്ട്, എല്ലാം മേടിക്കാൻ തോന്നി. പക്ഷേ അതും കാശ് കൂടുതലായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ മാനേജ് ടു ബൈ ഇറ്റ്. അയാളെ കൊണ്ട് കുറേ പറഞ്ഞ് അവസാനം ഞാൻ അയാൾ 350 എന്ന് പറഞ്ഞ കവർ ഞാൻ 150ക്ക് മേടിച്ചു. അതിൽ ഞാനൊരു ബോളുള്ള ഇതാട്ടോ മേടിച്ചത്, മിറർ വരുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനാണ്. സ്ട്രീറ്റ് സ്റ്റൈൽ ഫുഡ്. ഇത് ന്യൂ മെറൈൻ ലൈൻസ് ആണ്. എക്സാക്ട് സ്ഥലത്തിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. അപ്പോൾ ഇവിടെ നമ്മൾ പോയത് മെയിനായിട്ടൊന്ന് സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ നല്ല മഴയായതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ട്രൈ ചെയ്തത് അവിടുത്തെ പക്കോടീസ് ആണ്. ലൈക്ക് സത്യം പറയട്ടെ, നല്ല അടിപൊളി ക്രിസ്പി പക്കോട. ലൈക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല, ഇത്രയും ക്രിസ്പി ആയിരുന്നു അത്. ഗൈസ്, നമ്മളിപ്പം ഫുഡ് സ്ട്രീറ്റിലാണുള്ളത്. ഇത് കാണിച്ചത് ഇത് നല്ല മഴയത്താണ് ഗൈസ്. ഈ പരിപ്പൂടല്ലോ, ഉള്ളിവടം. പിന്നെ അതിനുശേഷം ഞാനൊരു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു. അതൊരു രക്ഷയില്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ SRKയുടെ വീട്ടിലായിരുന്നു. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ വീട്. അകത്ത് തരാൻ പറ്റൂല, ബിക്കോസ് ഐ എം നോട്ട് യെറ്റ് ഇൻവൈറ്റഡ്. മേ ബി ഫ്യൂച്ചറിൽ യു നെവർ നോ. എപ്പോഴും ഒരു ഹോപ്പൊക്കെ നല്ലതല്ല, അതാരായാലും. പിന്നെ ഈ SRKയുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ബീച്ച് ആട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറി, കാരണം SRK അവിടെ താമസിക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഒന്നും നോക്കില്ല, നല്ല വിശപ്പായിരുന്നു. കുറേ കബാബ്, ചിക്കൻ, അത് ഇത്. പിന്നെ ബിരിയാണിയാണ് മെയിനായിട്ട് വെച്ചത്. ഇതൊരു മുംബൈ സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. പിന്നെ അവസാനം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. എല്ലാവരും നല്ല രീതിക്ക് ടയർഡായിരുന്നു. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ സ്റ്റേ ട്യൂൺഡ്. പാർട്ട് 3 വരുന്നുണ്ട്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഫുൾ കാണാം. ഓക്കെ, ബൈ ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.